ഗുഡ് മോർണിംഗ് മാം. കേൾക്കാൻ കഴിയുന്നില്ല. മാമിന്റെ മൈക്ക് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടാ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. എൻ്റെ പേര് സജ്ന. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയില് ചന്ദ്രാപിന്നിയിലാണ്. അപ്പോ നമ്മളുടെ വിംബിൾ മോർണിംഗ് സർക്കിളിന്റെ 17ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഒത്തിരി ടോപ്പിക്കുകൾ കവർ ചെയ്തു അല്ലെ. അപ്പൊ ഈ ഒരു രാവിലെയുള്ള ഈ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത് എന്തായാലും നമ്മളെ മാനസികമായിട്ടും വ്യക്തിപരമായിട്ടും നമ്മളെ വളർത്തുന്നുള്ളതില് നമുക്ക് സംശയമില്ല. അതിന്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ ഭാവിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതില് സംശയമില്ല. അപ്പൊ ഒരുപാട് അറിവുകൾ നമുക്കിപ്പോ ഓരോ ദിവസവും നമ്മള് ക്ലാസ്സുകൾ കേട്ടിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ട് പോവാൻ മാത്രമല്ല, അതിലൊരു ആക്ഷനേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത്, നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഞാനും മുമ്പ് ഇതുപോലെ ഒരു മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ നമ്മളത് ആക്ഷനിൽ ഓരോന്നായിട്ട് കൊണ്ടുവരാനായിട്ടും കൂടെ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് നൗ എന്നുള്ളതാണ്. എന്താണ് ദ പവർ ഓഫ് നൗ എന്ന് പറയുന്നത്? ഒന്ന് പറയൂ ആരെങ്കിലും. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ മറികടന്ന് പ്രസന്റിൽ ജീവിക്കുക. അതെ. പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ദ പവർ ഓഫ് നൗ. ആ ഒരു ഈ നിമിഷത്തിന്റെ ശക്തി എന്നുള്ളതാണ് ആ ഒരു അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഇതിന്റെ മലയാളമാണ് എന്റെ കയ്യിലുള്ളത്. ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് എക്കാർട്ട് ടോളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ എഴുതിയിട്ടുള്ള ഒരു അടിപൊളി ബുക്കാണിത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു ബുക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിന്റെ 2-3 ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ദിവസം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. വേർ ഡു യു സ്പെൻഡ് മോസ്റ്റ് ഓഫ് യുവർ ടൈം? നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ സമയം എന്തിലാണ് ചെലവഴിക്കുന്നത്? ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സമയം നിങ്ങൾ എന്തിലാണ് ചെലവഴിക്കുന്നത്? പാസ്റ്റിലാണോ, പ്രസന്റിലാണോ, ഫ്യൂച്ചറിലാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയൂ. നമ്മുടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കാം. പാസ്റ്റിലാണോ, പ്രസന്റിലാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിസിക്കലി പ്രസന്റ്, ഷിഹാബ് സാർ പറയുന്നത് പ്രസന്റിലാണെന്ന്. വെരി ഗുഡ്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഫിസിക്കലി പ്രസന്റും എന്നാലും മെന്റലി നമ്മൾ അവിടെ ആബ്സെന്റും ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവാറുണ്ടോ? നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കും, പക്ഷെ മെന്റലി അവിടെ നമ്മൾ ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്. ഞാൻ 2-3 ഡെയിലി ലൈഫിലെ സിറ്റുവേഷൻസ് പറയാം. ഇപ്പൊ നമ്മൾക്ക് അർജന്റ് ആയിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് വണ്ടിയിൽ കയറി. അങ്ങനെ വണ്ടി കുറച്ച് ദൂരം പോയപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഡോറിന്റെ കീയൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ഡോറ് ലോക്ക് ചെയ്ത ആ ഒരു പ്രവൃത്തി നമുക്ക് ഓർക്കുന്നില്ല നമ്മൾ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിച്ചു. നമ്മൾ അവിടെ ചെന്ന് നോക്കി, അപ്പൊ അത് ഇലക്ട്രിസിറ്റി ബില്ല് വന്നതായിരുന്നു.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് ഓർമ്മ വന്നത് അടുപ്പത്ത് എന്തോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അത് കരിഞ്ഞു പോകും അല്ലെ. അപ്പൊ നമ്മൾ വേഗം ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് സാധാരണ വെക്കാറുള്ള സ്ഥലത്ത് വെക്കാൻ എവിടെയോ വെച്ചിട്ട് നമ്മൾ വേഗം കിച്ചണിലേക്ക് വരികയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു ബില്ല് ആവശ്യം വരുന്നു നോക്കുമ്പോൾ നമ്മൾ എവിടെയാ വെച്ചതെന്ന് നമുക്ക് തീരെ ഓർമ്മയില്ലാത്തൊരു അവസ്ഥ. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ആർക്കെങ്കിലും അർജന്റ് ആയിട്ട് കോൾ ചെയ്യാനൊക്കെ ഫോൺ എടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കോൾ ചെയ്യണമെന്ന് വെച്ചിട്ടൊക്കെ ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് വാട്സപ്പിൽ ഇങ്ങനെ കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി അതിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കോൾ ചെയ്യേണ്ട കാര്യം തന്നെ മറന്നു. അങ്ങനെയുള്ള ഡെയിലി ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ നമുക്ക്. അപ്പോ എനിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ അടുത്ത് പോയിട്ട് ഡോറ് തുറന്നു കഴിയുമ്പോഴേക്കും എന്താ എടുക്കാൻ വന്നെന്നുള്ളത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥകൾ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു മറവിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കാം. ആക്ച്വലി ഇത് മറവിയല്ല അല്ലെ, നമ്മള് എന്താണ് പ്രസന്റ് മൊമെന്റ് നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാത്തോണ്ടുള്ള ആ ഒരു റിസൾട്ട് ആണ് ഇതെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒത്തിരി നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പല അബദ്ധങ്ങളും നമുക്ക് പറ്റാറുണ്ടല്ലേ. നമ്മൾ മൈൻഡ്ഫുൾ അല്ലാത്തതുകൊണ്ട് ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും, പക്ഷേ മെന്റലി നമ്മൾ അവിടെ ആബ്സെന്റ് ആവുന്നതുകൊണ്ട് നമുക്ക് പല അബദ്ധങ്ങളും ഓർമ്മക്കുറവാണെന്ന് നമ്മൾ ശരിക്കും വിചാരിക്കും, പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ദ പവർ ഓഫ് നൗ, ഈ ഒരു നിമിഷത്തിന്റെ ശക്തി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കണം. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? മൈൻഡ്ഫുൾനെസിന്റെ ഒരു ക്ലാസ് മാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീബ മാം ഇന്നലെ നമുക്ക് ക്ലാസ് എടുത്ത ഷീബ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? നമ്മളുടെ പ്രസന്റ് മൊമെന്റിൽ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകള്, നമ്മൾക്ക് വരുന്ന ഇമോഷൻസ്, ഇതൊക്കെയാണ് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഈ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും. ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ചുറ്റുപാടിൽ നടക്കുന്ന കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ടച്ച് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചു. അപ്പൊ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലും പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസിന്റെ ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ ഇതാണ്: പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയ, ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, പക്ഷെ നമ്മള് മൈൻഡ്ഫുൾ ആയിട്ടാണോ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന് ആൻസർ ഉണ്ടാവില്ല. ഇന്നത്തെ ക്ലാസ്സില് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പീസും ആ ഒരു ശാന്തിയും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആനന്ദവും അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എക്കാർട്ട് ടോളെ എഴുതിയിട്ടുള്ള ഈ ഒരു ദ പവർ ഓഫ് നൗ എന്നൊരു പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. അതായത് ഒരുപാട് പേരില് ഇദ്ദേഹം ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് ആയിരക്കണക്കിന് കത്തുകളാണ് ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ഇതിലെ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് ഇമോഷൻസും തോട്ട്സുകളും ഒക്കെ കുറച്ചിട്ട് മനസ്സമാധാനവും ശാന്തിയും കണ്ടെത്താൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി ഇതുകൾ ഇദ്ദേഹത്തിന് വരാറുണ്ട്. അത്രയും നല്ലൊരു ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ട്രൂ പീസും ജോയും നമ്മുടെ ഫ്രീഡം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമ്മൾ പ്രസന്റിൽ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ ഈ ഒരു പുസ്തകത്തിൽ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ ഒരു സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒരു യാചകൻ ഒരുപാട് വർഷങ്ങളായി, 30-ലേറെ വർഷങ്ങളായി ഒരു വഴിയരികിൽ ഇരുന്ന് ഇങ്ങനെ എപ്പോഴും ഭിക്ഷ തേടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു അപരിചിതൻ അതിൽ കൂടെ നടന്നു പോകണം. അപ്പൊ സാധാരണ ഇയാൾ ചെയ്യുന്ന പോലെ തന്നെ ഇയാൾ യാന്ത്രികമായിട്ട് ഭിക്ഷ തേടാണ്, കൈ നീട്ടാണ്, പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടാണ്. അപ്പൊ ഈ അപരിചിതൻ പറയും, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ഈ അപരിചിതൻ ചോദിക്കും, നിങ്ങൾ എന്തിന്റെ പുറത്താണ് ഈ ഇരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഈ യാചകൻ പറയും, ഇത് ഒരു പഴയ പെട്ടിയാണ്, ഞാൻ ഇതുമ്മലാണ് ഇരിക്കാറ്, എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ഇതുമ്മലാണ് ഇരിക്കാറ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആ പെട്ടിയിലേക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടോന്ന് ചോദിക്കും.
അത് ഞാൻ തുറന്നൊന്നും നോക്കിയിട്ടില്ല, അതിക്ക് നോക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന് ഈ യാചകൻ പറയും. അപ്പൊ ഈ അപരിചിതൻ പറയും, നിങ്ങൾ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കൂന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ബലം പ്രയോഗിച്ച് ആ ഒരു പെട്ടി തുറക്കാണ്. പെട്ടി തുറന്ന സമയത്ത് ഇയാൾ ആകെ ഞെട്ടിപ്പോവാണ്. അതിൽ നിറച്ച് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അപ്പോ ഈ ഒരു സ്റ്റോറി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പുറത്തുനിന്നുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ എല്ലാത്തിനും പുറത്തേക്ക് കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ. അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ അന്തരാത്മാവിന്റെ ശാന്തിയും സമാധാനവും നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ ഓതർ ഈ ബുക്കിൽ കൂടെ പറയുന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ 2-3 ചാപ്റ്റർ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നല്ലൊരു ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആദ്യത്തെ 2-3 ചാപ്റ്ററിൽ നമ്മുടെ ചിന്തകളെ കുറിച്ചും അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതിനെ കുറിച്ചും അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ മെയിൻ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഫസ്റ്റ് പറയുന്നത് പോയിന്റ് എന്ന് പറയുന്നത്, യു ആർ നോട്ട് യുവർ മൈൻഡ്. യു ആർ നോട്ട് യുവർ മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകത്തില് ഉണ്മ എന്നൊരു വേർഡ് ഓതർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ തുടക്കത്തില്. ഉണ്മ, അതൊരു മലയാളം വേർഡാണ്. UNMA എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മലയാളം വേർഡ്. നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ തുടക്കത്തിലൊന്നും എന്താണ് ഈ ഉണ്മ എന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടൂല. പിന്നെ കുറച്ചും കൂടെ വായിച്ചു പോകുമ്പോഴാണ് അത് നമുക്ക് കത്തുക. ഈ ഉണ്മ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അന്തസത്തയാണ്. അതായത് നമ്മുടെ തന്നെ ആത്മാവ്, അന്തരാത്മാവ് എന്നൊക്കെ പറയില്ലേ. നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട്, ആത്മാവുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അറബിയിലാണെങ്കിൽ അതിനെ നമ്മൾ റൂഹ് എന്നൊക്കെ പറയും അല്ലെ. അപ്പോ ഈ അന്തരാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലെ, അതിന് അതിൻ്റെതായ ഒരു ചൈതന്യമൊക്കെ ഉണ്ട്. ഈ അന്തരാത്മാവിന്റെ ആനന്ദം, സമാധാനം, ശാന്തി ഇതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെയും വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ നിശ്ചലാക്കി, അതായത് അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ മനസ്സിനെ നിശ്ചലാക്കി അല്ലെങ്കിൽ നമ്മൾ അതിനെ ശാന്താക്കി പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ നിന്നുള്ള ആകെ തുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉണ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സാന്നിധ്യത്തിന്റെ അനുഭവമാണ്. നമ്മൾ ഉണ്ടെന്നുള്ള ഒരു അനുഭവമാണ് ഈ ഉണ്മ എന്ന് പറയുന്നത്. അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയണം. ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കാന്ന് പറയുന്നത് ഒരു വലിയൊരു അസുഖം തന്നെയാണ്. പക്ഷെ ഏകദേശം എല്ലാവരും ഈ ഒരു അസുഖത്തിന്റെ ദുരിതം അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ അത് അറിയുന്നില്ല എന്ന് മാത്രം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോശവിഭജനം നടക്കുന്നുണ്ട് അല്ലെ, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. കോശങ്ങൾ ഇങ്ങനെ വിഭജിച്ച് ഇങ്ങനെ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു കോശവിഭജനം അനിയന്ത്രിതമായിട്ടാണ് നടക്കുന്നത്. ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെ കോശവിഭജനം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും വരും. ക്യാൻസർ അടക്കം മാരകമായിട്ടുള്ള രോഗങ്ങൾ വരും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകള്, അനാവശ്യമായിട്ടുള്ള ചിന്തകള്, പാസ്റ്റിലത്തെയും ഫ്യൂച്ചറിലത്തെയും ഒക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ്, നമ്മളുടെ മനസ്സിനും അത് പ്രശ്നമാണ്. അപ്പൊ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് 2 പ്രാക്ടീസാണ് ഈ ബുക്കിൽ ഈ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളത് നോക്കാം. അതിനാൽ നമുക്കൊരു തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഒരു മനസ്സെന്നൊരു ചിന്തകനുണ്ട്. ആ ഒരു ചിന്തകൻ, മനസ്സെന്ന ആ ഒരു ചിന്തകനുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ആവേശിക്കുന്ന ആ ഒരു അസ്തിത്വം, ആ ചിന്തകൻ എന്നുള്ള ആ ഒരു അസ്തിത്വം നമ്മളല്ലെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്.
അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മനസ്സെന്ന ആ ഒരു ചിന്തകൻ എന്ന അസ്തിത്വം നമ്മളല്ല, അത് നമ്മളും മനസ്സും വേറെയാണ്. അതാണ് യു ആർ നോട്ട് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. വേറെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നമുക്ക് കഴിയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക നമ്മളാണ് നമ്മുടെ മനസ്സെന്നാണ്, അല്ലെ? അപ്പോ ഈ ഒരു ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് അതുവഴി നമുക്ക് തടയാൻ കഴിയില്ലെന്ന് കരുതുന്ന ചിന്തകളൊക്കെ നമുക്ക് തടയാൻ പറ്റും. ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിന് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തകൾക്ക് നമ്മുടെ മേലുള്ള കൺട്രോളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ അടങ്ങും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കുന്നില്ല, നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്തകൻ ഉണ്ടെന്ന് പറഞ്ഞാല് ആ ചിന്തകനെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, താതാത്മ്യപ്പെട്ടിട്ട് നമ്മൾ കൂടുതൽ ചിന്തകൾ വരാനുള്ള ആ ഒരു ചിന്തകനക്ക് നമ്മൾ എനർജി ഇങ്ങനെ പകർന്നു കൊടുക്കണം. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കുറുമ്പ് പാരന്റ്സിന്റെ മുമ്പിൽ വെച്ച് കാട്ടൂല, അല്ലെ? പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് പാരന്റ്സ് അത് നോക്കൂന്ന് വിചാരിച്ചിട്ട് അവനത് ചെയ്യൂല. അതുപോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോ എന്താണ്, നമ്മുടെ ചിന്തകൾ ഇങ്ങനെ അടങ്ങാൻ തുടങ്ങുന്നുള്ളതാണ്. ഇതുപോലെ അടങ്ങാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ തലക്കകത്തുനിന്ന് വരുന്ന ശബ്ദം, അതായത് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാവണം, അല്ലെ? നമ്മുടെ തലക്കകത്തുനിന്ന് വരുന്ന ആ ശബ്ദങ്ങൾ, അതായത് നമ്മൾ നമ്മളോട് തന്നെയുള്ള ആ സെൽഫ് ടോക്ക് ആണല്ലോ കൂടുതലും അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ, ഇപ്പൊ നമ്മുടെ ആ ഒരു സെൽഫ് ടോക്ക് ഒക്കെ നമ്മുടെ ചിന്തകളിൽ പെടും, അല്ലെ? ഇത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുക. നമ്മുടെ തലയ്ക്കകത്തുനിന്ന് വരുന്ന ആ ഒരു ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കിട്ടുമ്പോഴെന്നല്ല, എപ്പോഴും നമ്മൾ അതിനെ ഇതൊരു പ്രാക്ടീസ് പോലെ ചെയ്യേണ്ടതാണ് കേട്ടാ. ഇതൊരു പ്രാക്ടീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോധമില്ലാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ചിന്തകള് നമ്മളുടെ കൺട്രോളിലാക്കാനായിട്ട് നമുക്ക് പറ്റും. ചിന്തകൾ അത് ഓട്ടോമാറ്റിക്, അത് അങ്ങനെയാണ്. ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറഞ്ഞ് വരും. അപ്പോ ഈ ഒരു പ്രാക്ടീസ് ആണ് ഫസ്റ്റ് ഈ ബുക്കിൽ പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ താനെ ഒടുങ്ങി വന്ന് നമുക്ക് ചിന്തകളിൽ ഒരു കൺട്രോൾ കിട്ടും, ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ട്, അല്ലെ? ബോധമില്ലാതെ ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അത് തന്നെ ആയിത്തീരും. ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചിന്തകളില്ലാത്ത നിശ്ചലായിട്ടുള്ള ഒരു മനസ്സ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ചിന്തകളില്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല, അല്ലെ? അതായത് നമ്മളൊരു തോട്ട് വന്നിട്ട് പിന്നെ അടുത്ത തോട്ടിന്റെ ഇടയിലുള്ള ആ ഒരു ഇടവേളയിലൊക്കെ നമുക്ക് ചിലപ്പോ ചിന്തകളില്ലാത്തൊരു മനസ്സ് ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തകളില്ലാത്തൊരു മനസ്സുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് ചിന്തകളെ നമ്മൾ കുറച്ച് നിശ്ചലാക്കിയിട്ട് നമുക്ക് ചിന്തകളില്ലാത്തൊരു നിശ്ചലായിട്ടുള്ള ഒരു മനസ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് അവെയർ ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. അവെയർനെസ് ആണ് വേണ്ടത്. നമ്മുടെ തലയ്ക്കകത്ത് വരുന്ന ശബ്ദം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ചിന്തകളില്ലാത്തൊരു മനസ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ടും സാധിക്കും. അതായത് ചിന്തകളില്ലാതാവുമ്പോൾ നമുക്ക് അവിടെ ഒരു മനസ്സില്ലായ്മയുടെ ഒരു ഇടവേള ഉണ്ടാവണം. ചിന്തകളൊന്നും ഇല്ല എന്നുള്ളത് എന്താണ്, അതൊരു മനസ്സില്ലായ്മ. അതായത് ചിന്തകളില്ലല്ലോ, അങ്ങനെ ഒരു ഇടവേളയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സ് നിശ്ചലാകണം. അപ്പൊ മനസ്സ് നിശ്ചലാകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഇടവേള ചെറുതായിരിക്കും. ഈ ഒരു മനസ്സ് നിശ്ചലാകുന്ന ആ ഒരു ഇടവേള എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ചെറുതായിരിക്കും. പക്ഷെ നമ്മളിത് ഇങ്ങനെ പ്രാക്ടീസ് കണ്ടിന്യൂ അവെയർ ആയിട്ട്, നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവയർനെസ് കൊണ്ട് നമ്മൾ ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിന്തകളില്ലാത്ത ഈ ഒരു അവസ്ഥ കൂടി വരും. ശരിക്കും മനസ്സ് നിലയ്ക്കുന്ന ഈ ഇടവേളകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക തരം നിശ്ചലതയും ശാന്തിയൊക്കെ നമ്മൾ അനുഭവിക്കും. അപ്പൊ പ്രാക്ടീസിൽ കൂടി നമുക്ക് ഈ ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് ബോധത്തിന്റെ ഉയർന്ന തലത്തിൽ നമ്മൾ എത്തുക. നമ്മൾ വിചാരിക്കും ചിന്തകളില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ വിചാരിക്കും.
പക്ഷെ നമ്മളുടെ ആ ഒരു ചിന്തകളില്ലാത്ത ഒരു അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിന്റെ ആ ഒരു ഉയർന്ന തലത്തില് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് നിശ്ചലമാക്കാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് ഈ ഒരു ഇതില് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തകളെ നിരീക്ഷിക്കുന്നതിന് പകരം നമുക്ക് പ്രസന്റ് ടെൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഈ മനസ്സിനെ നമുക്ക് നിശ്ചലാക്കാം. അതായത് നമ്മുടെ ഈ മാനസിക പ്രവാഹം, അതായത് ചിന്തകളുടെ ഈ ഒരു പ്രവാഹത്തിന് വിടവ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പ്രസന്റ് മൊമെന്റില് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സാധിക്കും അല്ലെ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഒരു പ്രവൃത്തിയിൽ അത്രയും കോൺഷ്യസ് ആയിട്ട് ഫുള്ളി നമ്മൾ പ്രസന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചിന്തകൾ ഉണ്ടാവുന്നില്ല. അതുപോലെയാണ് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴായാലും നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുകയാണല്ലോ. ഒരു പ്രവൃത്തിയിൽ ആ ഒരു എഫേർട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്താണ് ചിന്തകൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു മനസ്സിലായ്മയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ചിന്തകളില്ലാത്ത അവസ്ഥ, ഇതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ധ്യാനങ്ങളൊക്കെ, ധ്യാനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. ചിന്തകളില്ലെങ്കിൽ പോലും ഈ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ചിന്തകൾ കുറവായിരിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. പക്ഷെ ഭയങ്കര ജാഗ്രത ഉള്ളവരായിരിക്കും, ഭയങ്കര അവബോധം ഉള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോ പ്രസന്റ് മൊമെന്റില് നമ്മൾ ചെയ്യുന്ന കാര്യത്തില് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പ്രാക്ടീസ് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾക്ക് കൊണ്ടുവരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ബ്രഷ് ചെയ്യുമ്പോൾ, നമ്മുടെ ആ ഒരു വെള്ളം നമ്മുടെ കൈമ്പളിൽ വീഴുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെയ്തിട്ട് നമുക്ക് പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ഈ ഒരു ഇത് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രെയറിന്റെ ടൈമിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. ഫുഡ് കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുക. നമ്മൾ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുമ്പോൾ അത് അറിഞ്ഞ് ചെയ്യുക. അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, മൈൻഡ്ഫുൾ ആയിട്ട് പ്രസന്റിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിന്റെ കുറെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനമൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ ശരിക്കും ഈ ഒരു പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ മൈൻഡ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും, ഒരു ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക. വേറെ ഒന്നിനും നമുക്ക് ഇത് കിട്ടൂല. നമുക്ക് എത്ര വേറെ എന്ത് സ്വത്തും സമ്പത്തും ഉണ്ടായിട്ടും നമുക്കിത് കിട്ടൂല. ശരിക്കും ഈ ഒരു പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് അതിന്റെ സക്സസ് അളക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നമ്മൾ ശാന്തി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും ഈ ഒരു പ്രാക്ടീസുകളുടെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോ ചിന്തകളില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും. ചിന്തകൾ ഒട്ടും വേണ്ടാന്നല്ല ഇതിൽ അദ്ദേഹം പറയുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടാ. അത് നമുക്ക് തോന്നുന്നു നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും തീരെ വേണ്ടേന്ന്. പാസ്റ്റും ഫ്യൂച്ചറും തീരെ വേണ്ടെന്നല്ല പറയുന്നത്. പാസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക, ഫ്യൂച്ചറിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. പാസ്റ്റിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം അല്ലെ. അതുപോലെ ഫ്യൂച്ചറിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊക്കെ നമുക്ക് വേണം. അപ്പൊ ഇതൊക്കെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു ടൈം ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. സൈക്കോളജിക്കൽ ടൈം, മെന്റൽ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ചുകൂടി പോകുമ്പോ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ പ്രസന്റിലായിരിക്കണം. അതാണ് ശരിക്കുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് പാസ്റ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. നമുക്കിപ്പോ അതിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പണിക്കോപ്പണെന്ന് വിചാരിക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോ അതിന് എടുക്കുക, ആവശ്യം കഴിയുമ്പോ അത് ആ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ വേണ്ടി എടുക്കുക. അത് കഴിയുമ്പോൾ അതിന് തിരിച്ചു വെക്കുക. അനാവശ്യമായിട്ടുള്ള പാസ്റ്റിലെ ഫ്യൂച്ചറിലെ ചിന്തകൾ ഒഴിവാക്കി നമ്മൾ പ്രസന്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ വേദങ്ങളിലൊക്കെ ഉള്ള സന്യാസിമാരും അതുപോലെ നമ്മളുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ഹിറാ ഗുഹയിൽ ധ്യാനം ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഇതെന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പൊ അതുപോലെ മാനസികമായിട്ടുള്ള ഈ ഒരു നിശ്ചലതയുടെ സമയത്താണ് തങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഐൻസ്റ്റീൻ അടക്കം ഉൾപ്പെടെയുള്ള പല ശാസ്ത്രജ്ഞന്മാരും
പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, ആ ഒരു നിശ്ചലതയുടെ സമയത്താണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബുക്കിൽ നമ്മുടെ ചിന്തകളെ മാത്രമല്ല നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇമോഷൻ, അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ്, നമ്മുടെ ദേഷ്യം, പക, അസൂയ, ഈ വക കാര്യങ്ങളെയൊക്കെ നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കുന്ന പോലെ തന്നെ ഇമോഷൻസിനെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള നമ്മുടെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടല്ലേ, അത് ഈ ഒരു വികാരങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുക. നമുക്ക് മറ്റുള്ളവരോട് പകയോ ദേഷ്യോ അസൂയ അങ്ങനെയുള്ള വികാരങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം, നമ്മുടെ അന്തരാത്മാവിന്റെ ആ ഒരു എന്നൊക്കെ പറഞ്ഞു അത് നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വേർഡ് ഉണ്ട്, അതായത് നമ്മൾ ഒരു ക്വാട്ട് ഉണ്ട്, പാസ്റ്റും ഫ്യൂച്ചറും ദൈവത്തെ, ഈശ്വരനെ കാണുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ഇതുകളൊന്നും കാണുന്നില്ല. നമ്മൾ കൂടുതൽ പാസ്റ്റിലും ഫ്യൂച്ചറിലും നമ്മുടെ ചിന്തകളൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് അത് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബുക്കിൽ നിന്ന് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഇതിന്റെ വില വരുന്നത്, റേറ്റ് വരുന്നത് 299 രൂപയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പൊ ഇത് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. അപ്പോ ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും, ഒത്തിരി കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു, പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ആ ഒരു സമയത്തിനുള്ളിൽ ഒതുക്കി പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ക്ലാസ് നന്നായിരുന്നു. പ്രസന്റിൽ ജീവിക്കാനുള്ള കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഉപകാരപ്പെട്ടു. പുസ്തകത്തിന്റെ പേരൊന്നും കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ആ ബുക്കിന്റെ പേരൊന്നും കൂടെ പറഞ്ഞു. പുസ്തകത്തിന്റെ പേര് ഇംഗ്ലീഷിലാണെങ്കിൽ ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്നാണ് ഈ പുസ്തകം കേട്ടോ. ഉണർവിലേക്ക് ഒരു വഴികാട്ടി, എക്കാർട്ട് ടോളെ എന്ന് പറഞ്ഞിട്ട് ഓതർ എഴുതിയിട്ടുള്ള ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്നുള്ള പുസ്തകം. ഞാൻ പുസ്തകത്തിന്റെ ഇത് ഫോട്ടോ എടുത്ത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ നമ്മള് ശരിക്കും ഈ ഒരു പുസ്തകം വായിക്കുമ്പോ തുടക്കത്തിൽ കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടായി. ബുക്ക് വായിക്കുമ്പോ കുറച്ച് കട്ടിയാണ്. പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ്, ഇപ്പൊ ഏതൊരു പുസ്തകമായാലും നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ശരിക്കും ഒരു ചെറുതായിട്ടൊരു കട്ടിയുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം വായിച്ചിട്ട് കുറച്ച് വായിച്ചിട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് നമുക്ക് ക്ലിയർ ആവും. മലയാളത്തിലല്ലേ? മലയാളത്തിൽ. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. എന്റെ കയ്യിലുള്ള മലയാളത്തിലുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ മെയിൻ ആയിട്ട് 2 പ്രാക്ടീസുകളാണ് പറഞ്ഞല്ലേ. നമ്മുടെ ചിന്തകളെ നമ്മളിങ്ങനെ ജസ്റ്റ് നിരീക്ഷിക്കുക. എന്താണ് ചിന്ത, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിരീക്ഷിക്കുമ്പോൾ ഈ ചിന്തകൾക്ക് നമ്മുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. നമുക്ക് ചിന്തകൾക്ക് മേലെ ഉയരാൻ പറ്റും. നമ്മളെന്ന ഒരു അസ്തിത്വം, നമ്മളെന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ചിന്തകളെ മേല് ഉയരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ പരമാവധി ചെയ്യാനൊക്കെ. പ്രസന്റ് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പല നേട്ടങ്ങളുണ്ട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കുകളോ പറഞ്ഞോളൂ. അത് നമുക്ക് ഇതുപോലെ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നില്ല. അതെ, ചിന്തകളെ കൂടുതലായിട്ട് അതിനെന്ത് ചെയ്യാം? ചിന്തകൾ കൂടുതലായിട്ട് എനിക്കും മുമ്പ് ഭയങ്കര എന്താ പറയാ ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കണം. അപ്പോഴും നമുക്ക് ഇതിന്റെയൊക്കെ റിസൾട്ട് ഇങ്ങനെ ചെറുതായി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളത് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു അവെയർ ആയിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ഇതൊരു പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ചിന്തകളെ നിരീക്ഷിക്കുക, അതുപോലെ എന്താണ് പ്രസന്റ് മൊമെന്റിൽ കൂടുതൽ ഇത് ചെയ്യാൻ നോക്കുക.
ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ചിന്തകളൊക്കെ മറക്കൂലേ. അത് ആ ഒരു പ്രസന്റിൽ നമ്മൾ അത്രയും ഇൻവോൾവ്ഡ് ആവണ കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളായാലും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബ്രഷ് ചെയ്യുന്നത് തൊട്ട് കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുറേ ചിന്തകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്നുണ്ട് പ്രസന്റ് മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലംസിനെ ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ബുക്കില്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാൻ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ, കാരണം പലർക്കും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സമയമായിട്ടുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ചാറ്റ് ബോക്സില് Thank you, ബുക്കിന്റെ sir. ഫോട്ടോയും ലിങ്കും ഉണ്ട്. ആമസോൺ okay. ലിങ്ക് ആണ് വന്നിട്ട്. ശരി. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വിടാം കേട്ടോ.